കണ്ട് നോക്കും ഇവിടെ ഒന്നാണ്ട് പറ്റിയെന്ന് കണ്ട് നോക്കുമ്പോൾ അങ്ങോട്ട് പറയുകയാണെങ്കിൽ മാഷേ തുണി കാലിൻ്റെ കൊച്ചിലും കണ്ട് തച്ചിട്ട് മുറിയായിട്ട് pouത്ത് കാണ്ട് തുണിയൊക്കെ കമ്മിൽ ഒട്ട്. അപ്പോൾ എത്ര അത് ഇങ്ങനെ അയച്ചാൽ അപ്പം ഒന്നും ഇപ്പം കുട്ടി മുണ്ടില്ല. പിന്നെ ഞാൻ പിറ്റേന്ന് പിന്നെയും ചോദിച്ചു, എന്താ എനിക്ക് ഇങ്ങനെ പറ്റിയത്, എന്താ അടിച്ചതാണല്ലോ ഇടാ, എനിക്ക് കണ്ടിട്ട് തോന്നി, എന്ത് കാണാത്തല്ല എന്നെ ഉസ്താദ് അടിച്ചത്, സത്യം പറയാം. അല്ലെ പറണ്ടട്ടോ ഉസ്താദ് ഇന്നെ തച്ചത്, അപ്പം എന്താ കാരണം ചോദിച്ചു. ഈ ലോകത്തുള്ള മതങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ വെറുക്കുന്ന മതം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉറപ്പായിട്ടും ഇസ്ലാം മതം എന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാം മതത്തോടുള്ള ഈ ഒരു വെറുപ്പും വിദ്വേഷവും വളരാനുള്ള കാരണം, ഇസ്ലാം മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മനുഷ്യന്മാരെ ആകർഷിക്കുന്ന ഒരു മതമാണ്. ഒന്നാമത്തേത് അതിലുള്ള സ്നേഹവും സാഹോദര്യവും അതുപോലെ തന്നെ അതിലുള്ള ചില ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. മറ്റു മതങ്ങളെ പോലെ ഇല്ലോജിക്കലായിട്ട് അല്ലെങ്കിൽ ഒരു ലോജിക്ക് ഇല്ലാത്ത രീതിയിലല്ല ഇസ്ലാം മതം കൊണ്ടുപോകുന്നത്. ഇസ്ലാം മതത്തിന് കൃത്യമായ ചില കാര്യങ്ങളുണ്ട്, ചില കാരണങ്ങളുണ്ട്. പിന്നീട് ശാസ്ത്രം പല കാര്യങ്ങളും തെളിയിക്കുന്ന സമയത്തും ഇതെല്ലാം എത്രയോ മുന്നേ ഖുർആൻ പറഞ്ഞതാണ് എന്നുള്ള രീതിയിൽ നമ്മൾക്ക് വിശദീകരിക്കാൻ, മുസ്ലിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയുമ്പോൾ അതുതന്നെയാണ് ഇസ്ലാമിൻ്റെ വിജയം. ഇസ്ലാം ഏറ്റവും കൂടുതൽ ആളുകൾ അംഗീകരിക്കുന്ന ഒരു മതമാണ്. അതുപോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ വളരുന്ന ഒരു മതവും ആയതുകൊണ്ട് തന്നെ അന്യമതസ്ഥയിലുള്ള പല ആളുകൾക്കും ഇസ്ലാം മതത്തോട് ഭയങ്കര വിദ്വേഷമാണ്, വെറുപ്പാണ്, അതുപോലെ ഇസ്ലാമിനോട് പേടിയാണ്. ഈ ഒരു പേടി വളർത്താൻ വേണ്ടിയിട്ട് അവർ ഇസ്ലാമോഫോബിയ അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളും അവർ കൊണ്ടുവരും. ഇസ്ലാമിനോട് വിയോജിപ്പും അതുപോലെ തന്നെ വെറുപ്പും കൊണ്ടു നടക്കുന്ന മനുഷ്യന്മാർക്കിടയിൽ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ചെറുതായിട്ടുള്ള അനക്കമെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് വളരെയധികം വേദനിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്താണെങ്കിലും ഒരു ഇസ്ലാം മതം ആളുകളിലേക്ക് എത്തിക്കുന്നതും അതുപോലെ തന്നെ ആളുകളിലേക്ക് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പരിലാളനത്തിൻ്റെയും അതുപോലെ തന്നെ ഒത്തുപിടിക്കലിൻ്റെയും എല്ലാം അർത്ഥങ്ങൾ കൊണ്ടെത്തിക്കുന്നത് മതപണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാരെന്ന് പറയുമ്പോൾ ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. മുജാഹിദ് ഉണ്ട്, സുന്നി ഉണ്ട്, അതുപോലെ തന്നെ ജമാഅത്ത് ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള ആളുകളുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കേരളക്കരയിലുള്ളത് സുന്നി വിഭാഗമാണ്. ഈ ഒരു സുന്നി വിഭാഗത്തിലുള്ള ഒരു അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്ന ഒരു വീഴ്ച ഏറ്റവും കൂടുതലായിട്ട് സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും ആ വിഷയം എന്തായിരുന്നു എന്ന് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഇന്നത്തെ വീഡിയോ കണ്ടല്ല, വിദ്യാർത്ഥിയെ ഉസ്താദ് കാട്ടിയ പ്രശ്നം എൻ്റെ കുടുംബത്തിന് എൻ്റെ പേരിൽ അനുഭവിച്ച അതേ അവസ്ഥ തന്നെയാണ്. പക്ഷെ എൻ്റെ മോൻ ഇതേമാതിരി ദർസ് പറഞ്ഞയച്ച് 7 കൊല്ലം ദർസ് പഠിച്ചു. ഒരു വർഷത്തിൽ തന്നെ പോയെന്ന് 5ാം ക്ലാസ്സിൽ നിന്ന് സ്കൂള് നിർത്തി 6ക്ക് കയറിയിട്ടുള്ള ആ സമയത്താണ് ഇവിടുന്ന് സ്കൂൾ വിട്ടിക്കാണ്ട് ഇവിടെ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. ഇവിടെ ദർസിക്കുന്നതിന് എല്ലാവർക്കും നല്ല ഉസ്താദേന്. അങ്ങനെ 2-3 കുട്ടികൾ ഇവിടുന്ന് ഉസ്താദ് കൊണ്ടുപോയി. അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് നമ്മളെ കുട്ടീനെ പറഞ്ഞേക്കണം, ഞാൻ പറഞ്ഞയച്ചു എന്നല്ലാതെ അപ്പോൾ കൊണ്ടുപോയപ്പോൾ നല്ല നല്ല ഉസ്താദുമാരും എല്ലാ സഹകരണം ഉസ്താദ് ചെയ്തിരുന്നു. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞാൽ എൻ്റെ മോനും വേറൊരു കുട്ടിയുണ്ട്, മാജിദ് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അപ്പോൾ ആ മാജിദിൻ്റെ കുട്ടി പരിയിൽ ചെറിയ കുട്ടിയുണ്ട്. അപ്പോൾ അതിൻ്റെ കുട്ടീൻ്റെ അമൃതപ്പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം എന്താട്ടി തെറസിൽ നിന്ന് നമ്മൾ പോരുമ്പോൾ എല്ലാത്തരം കൊണ്ടുവരുമ്പോൾ മാതിരി കുട്ടി അമൃതപ്പൊടിൻ്റെ ലേസം കൊണ്ടുപോകുന്നു. അതിൽ ഇവലെത്തട്ട് എൻ്റെ മോനും മാജിദും വേറൊരു കുട്ടി കൂടി ഉണ്ടായിരുന്നു. വൈകുന്നേരം അസറിൻ്റെ ശേഷം കുമ്പലിക്ക് ഒഴിവല്ലേ, അപ്പോൾ ഓല് എന്താട്ടി ആ അമൃതപ്പൊടി ഉസ്താദിനെ കണ്ട ഉസ്താദ് ചീത്തറിയും. ബാർപ്പിനെ ദൂരം കാര്യക്കാണ്ട് ഇവർ വൈകുന്നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ ഇവർ 3 ഇങ്ങനെ തിന്നപ്പോൾ ആരോ പറഞ്ഞു കൊടുത്തുക്കണം. അതിൽ ഉസ്താദ് എല്ലാം വേക്കിലെന്നിക്കാണ്ട് വടിച്ചിക്കാണ്ട് കരി വന്നു. അപ്പോൾ ഇവർക്ക് 3 ഇതാണ് പണി, അമൃതപ്പൊടി എന്നാണ്. അതിൽ പഠിച്ചോനെ ആ വടി കൊണ്ട് ഇങ്ങോട്ട് തച്ചിട്ട് 3 കുട്ടികളി അതിൽ എൻ്റെ മോനാണ് ഈ കാലിൻ്റെ കൊച്ചടിക്കാണ് തച്ചിട്ട് മുറിയേക്കാണ്ട് ഇങ്ങോട്ട് പൊത്ത് മുറിയായി. അതിൽ അത് 4 ദിവസം കഴിഞ്ഞ് 2 വിളിച്ചിട്ടുണ്ട്, മാച്ച് പനിയാണ്. അപ്പോൾ എന്തേടോ ചോദിച്ചു, എനിക്ക് പനിച്ചിട്ട് വെച്ചാൽ ഞാൻ പോരുകയാണ്. അതിന് ഞാൻ അപ്പനെ പറഞ്ഞേക്കാന്ന് കണ്ട് ഇപ്പം കൊടുന്ന് കണ്ട് നോക്കും ഇവിടെ ഒന്നാണ്ട് പറ്റിയെന്ന് കണ്ട് നോക്കുമ്പോൾ അങ്ങോട്ട് പറയുകയാണെങ്കിൽ മാഷേ തുണി കാലിൻ്റെ കൊച്ചിലും കണ്ട് തച്ചിട്ട് മുറിയായിട്ട് pouത്ത് കാണ്ട് തുണിയൊക്കെ കമ്മിൽ ഒട്ട്. അപ്പോൾ എത്ര അത് ഇങ്ങനെ അയച്ചാൽ അപ്പം ഒന്നും ഇപ്പം കുട്ടി മുണ്ടില്ല. പിന്നെ ഞാൻ പിറ്റേന്ന് പിന്നെയും ചോദിച്ചു, എന്താ എനിക്ക് ഇങ്ങനെ പറ്റിയത്, എന്താ അടിച്ചതാണല്ലോ ഇടാ, എനിക്ക് കണ്ടിട്ട് തോന്നി, എന്ത് കാണാത്തല്ല എന്നെ ഉസ്താദ് അടിച്ചത്, സത്യം പറയാം. അല്ലെ പറണ്ടട്ടോ ഉസ്താദ് ഇന്നെ തച്ചത്. അപ്പം എന്താ കാരണം ചോദിച്ചത്. കാരണം ഇപ്പോൾ ഇതാണ്, മാജിദ് അമൃതപ്പൊടി ഉണ്ടെന്നതിന് ഞാനും മാജിദും വേറെ കുട്ടീൻ്റെ പേരാണ്. ഞങ്ങൾ 3 ഇരുന്ന് തിന്നപ്പോൾ ഉസ്താദ് കണ്ടു, ഞങ്ങൾ പാർട്ട്ണർ കാര്യം എന്ന് കണ്ട് അടിച്ചതാണ്. അതിൽ ഓർക്കും കുറേയൊക്കെ തേക്കണ്. പക്ഷെ എനിക്കാണ് നല്ലോണം കിട്ടിയത്. തടിച്ച് കാണ്ട് കെട്ടും ഇങ്ങോട്ട് പറയണം, കാലിൻ്റെ മുറിയെക്കാണ്ട് ഇങ്ങോട്ട് pouത്ത് ഒലിച്ച് ഞാൻ ഇവിടെ 4 ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ആരോടും മുണ്ടില്ല. അപ്പം നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ഉസ്താദ്മാർ തക്കെല്ലാം പച്ച പറയാൻ പാടില്ലല്ലോ. നമ്മൾ പച്ചൊക്കെ പറിച്ചിട്ടുണ്ട്. തച്ച ഭാഗം സ്വർഗത്തിലാണ്,
അർഗത്ത് കിടക്കില്ല എന്നൊക്കെ നമ്മളിങ്ങനെ കേൾക്കണതല്ലേ. ഞാൻ ക്ഷമിച്ചു. ഓൻ പറഞ്ഞു ഞാൻ ആരോടും പറയണ്ടമ്മ, മാറിയിട്ട് പോയാൽ മതി. അങ്ങനെ എൻ്റെ കുട്ടി പാനിച്ച് മൂടിയൊക്കെ ആയി പോത്ത് വന്ന് അത് മാറുന്നായി. ഉസ്താദ് ഉണ്ടല്ലോ ഒന്ന് വിളിച്ചേ, എന്താ ഷിബിലി എൻ്റെ മോൻ്റെ പേര്, ഷിബിലി എന്താ വരാത്തതെന്നോ ഒന്നും ചോദിക്കണില്ല, മുണ്ടണില്ല. ഏതായാലും ഇപ്പം ഇവിടെ സ്കൂളും നിറച്ചൊക്കെ വെട്ടി ചേർത്തി ആകെ താറുമാറായില്ലേ, പോയിക്കോട്ടെ വെച്ച് ഞാൻ അങ്ങനെ പറഞ്ഞയച്ചു. അതിനും കൂടെ പറയാച്ചെങ്കിൽ പിന്നെ കുറച്ചെണ്ണം കഴിഞ്ഞ് നോക്കുമ്പോൾ സ്കൂളിനും വലിയ താല്പര്യമില്ല ഉസ്താദിന്. ഏതായാലും അവിടുന്ന് പോകുന്നു. അങ്ങനെ 7 കൊല്ലം എൻ്റെ കുട്ടി ഇടങ്ങേറെ. ഞാൻ പറഞ്ഞ മൂല്യന്മാരെ ഞാൻ കുറ്റം പറയില്ലെന്ന് വെച്ച് പേടിയാണ്. കാരണം ഓല് ഇങ്ങനെ കാട്ടുന്നത് പാരും അറിയില്ലല്ലോ. എന്ത് യാതി പിടനാണോ വന്ന് സഹിച്ചത്. അതേമാതിരി തന്നെ വേറെ കുട്ടീനെ വന്ന് ഉസ്താദ് തച്ചിട്ട് കുട്ടി പള്ളിത്തോട് കൂടെ അങ്ങോട്ട് പാഞ്ഞിട്ട് ഇടയ്ക്ക് തോട്ടിൻ്റെ അക്കത്തോടെയൊക്കെ പാഞ്ഞ് പോയി അന്തി കാണും പോലെ. എന്നിട്ട് റോട്ടിക്ക് ചാടി ആൾക്കാർ കണ്ട് തരും പിടിച്ചതാലും പള്ളിക്കലെന്നെ ഏൽപ്പിച്ച ഉസ്താദിനെ എല്ലാം ചീത്തയൊക്കെ പറഞ്ഞെന്ന്. അങ്ങനെ അതിലൊക്കെ അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉസ്താദ്മാരെയൊക്കെ അവസ്ഥ ആലോചിച്ചൊക്കെ. പക്ഷെ എൻ്റെ ആങ്ങളാരുടെ മക്കളൊക്കെ ഉസ്താദ്മാർ തന്നെയാണ്. പക്ഷെ ഞാൻ കുറ്റം പറയാനും പേടിയാണ്, പറയാതെക്കാനും പേടിച്ചിട്ട് ഞങ്ങൾ ആരോടും മുണ്ടില്ല. ഞാൻ ഇന്നും ക്ഷമിച്ച് ഈ ചരിത്രം പറഞ്ഞപ്പോൾ കഥ പറഞ്ഞപ്പോൾ അങ്ങനെ എൻ്റെ അനുഭവം പറഞ്ഞതപ്പം ഞാൻ ഇങ്ങോട്ട്. ഈ വീഡിയോക്കകത്ത് സംസാരിക്കുന്നത് ഒരു ഉമ്മയാണ്. മകനെ ഒരുപാട് പ്രതീക്ഷയോടുകൂടെ ദർസിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ള ഒരു ഉമ്മ. നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളുടെ ഇടയിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകനെ ദർസിലേക്ക് വിടണം, ഒരു അള്ളാഹുവിൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടിയിട്ട് പഠിക്കുന്ന മക്കളായിട്ട് അവരെ കൊണ്ടുവരണം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടാവണം എന്നൊക്കെയാണ് ഒട്ടുമിക്ക മാതാപിതാക്കളുടെയും ആഗ്രഹം. അപ്പം അതിൻ്റെ പ്രകാരം തന്നെ അവരെ വിശ്വസിച്ചുകൊണ്ട് ദർസുകളിൽ ഏൽപ്പിക്കുന്ന സമയത്ത് ഒരു 99.9% നല്ല ആളുകളാട്ടോ. ഒരിക്കലും ഞാൻ നെഗറ്റീവ് പറയല്ല. പക്ഷേ ചില ആളുകൾ, ഇപ്പൊ ഇതിൽ ഈ ഒരു വോയിസിൽ കേട്ട ഒരു ഉസ്താദിനെ പോലെയുള്ള ആളുകൾ ഈ ഒരു സമുദായത്തിന് കോട്ടം പറ്റിക്കുന്ന ആളുകളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്തൊക്കെയാണെങ്കിലും മുസ്ലിങ്ങളാകുന്ന സമയത്ത് ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിലും നമ്മളുടെ മതത്തിന്റെ മൂല്യങ്ങൾ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് ഓരോ മത പണ്ഡിതന്റെയും ഉത്തരവാദിത്തമാണ്. അതിനിപ്പോൾ മുസ്ലിം ആകട്ടെ, ഹൈന്ദവനാവട്ടെ, ക്രിസ്ത്യനാവട്ടെ, ആരാണെങ്കിലും താൻ കൊണ്ടു നടക്കുന്ന, താൻ വിശ്വസിക്കുന്ന, താൻ പ്രീച്ച് ചെയ്യുന്ന ആ ഒരു മതത്തെ വളരെയധികം റെസ്പെക്റ്റ്ഫുള്ളി ആളുകളിലേക്ക് എത്തിക്കുക. തൻ്റെ മുന്നിൽ വരുന്ന ഈ ഒരു ശിഷ്യന്മാരെ ആദരവോടുകൂടെ, സ്നേഹത്തോടുകൂടെ അവരെ ആ ഒരു രീതിയിൽ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് ഓരോ മുസ്ലിയാരുടെയും അതല്ലെങ്കിൽ ഓരോ മതപണ്ഡിതന്റെയും കടമയാണ്. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ തെറ്റെന്ന് പറഞ്ഞുകൂടാ, അവിടെ ചിലപ്പം സംഭവിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ദർസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം ആ കുട്ടികൾ പ്രവർത്തിച്ചിട്ടുണ്ടാവുക. അത് ഉപദേശിച്ച് നന്നാക്കുന്നതിന് പകരം അടിച്ചിട്ട് ആ കുട്ടിയുടെ കാലൊക്കെ പൊട്ടിയിട്ട് ചോര വന്ന് ചലം വന്ന് വീർക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചത് ആ ഒരു മുസ്ലിയാരാണ്, അല്ലെങ്കിൽ ആ ഒരു ഉസ്താദാണ്. ആ ഒരു ഉമ്മ ദർസിൽ വിശ്വസിച്ചത് കൊണ്ട് മാത്രമായിരിക്കാം അതൊരു പോലീസ് കംപ്ലൈന്റ് ചെയ്യാതിരുന്നത്. ഒരുപക്ഷെ അത് ഒരു സ്കൂളിലെ അധ്യാപകനാണ് അതുപോലെ ക്രൂശിച്ചത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഉമ്മയും ആ ഒരു കുട്ടിയുടെ വാപ്പയും അവരുടെ കുടുംബക്കാരും ഒരു പോലീസ് സ്റ്റേഷനിൽ പോകാൻ പോലും അവർ മടിക്കുന്നുണ്ടാവില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം മതം എന്ന് പറയുന്നത് വളരെ സ്നേഹത്തോടെയും അതുപോലെ തന്നെ വളരെ ലാളനയോടെയും കൂടെ ആളുകളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മതമാണ്. ഒരിക്കലും ഇസ്ലാം മതം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു മതം ആളുകളിലേക്ക് അടിച്ചേൽപ്പിക്കരുത് എന്നാണ്. അങ്ങനെ പോലും പറയുന്ന ഒരു മതത്തിൽ ഇത്രയധികം ശിക്ഷ ഒരു കുട്ടിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അതും ആ കുട്ടി പറഞ്ഞതനുസരിച്ച് ഒരു ചെറിയ തെറ്റാണ് ആ കുട്ടി ചെയ്തത്. ആ ഒരു തെറ്റിന് വേണ്ടിയിട്ട് ഇത്രയും വലിയ ഒരു ശിക്ഷ കൊടുക്കുക എന്ന് പറയുന്നത് എത്രയോ മോശകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം കേട്ടുകൊണ്ട് സമൂഹം മുന്നിലിരിക്കുന്നുണ്ട്. ഈ സമൂഹത്തിന് മുന്നിലേക്ക് ഓരോ ഉസ്താദുമാരും ഓരോ മതപണ്ഡിതനും എത്തിക്കേണ്ട ഓരോ മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഉസ്താദ് ചെയ്തിട്ടുള്ളത്. വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു മദ്രസ നടത്തുന്ന ഒരു ഉസ്താദാണ് അല്ലെങ്കിൽ ഒരു ദർസിൽ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദാണെങ്കിൽ ആ ഉസ്താദ് കീപ്പ് ചെയ്യേണ്ട ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോയി കുട്ടികളിലേക്ക് അത് എത്തിക്കുക. ഉസ്താദ് ക്രൂരനായി കഴിഞ്ഞാൽ ആ ഉസ്താദ് പഠിപ്പിക്കുന്നത് എന്താണ്? ക്രൂരതയാണ് പഠിപ്പിക്കുന്നത്. അപ്പം ആ കുട്ടികൾ ഭാവിയിൽ ഉസ്താദുമാരായി കഴിഞ്ഞാൽ ഇതാണ് ശരിക്ക് ഉസ്താദിൻ്റെ ഒരു ധർമ്മം എന്ന് വിചാരിച്ച് ആ കുട്ടിയും ക്രൂരനാവുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു കുട്ടി ഉണ്ടാകുന്ന സമയത്ത് അതിനോട് ക്രൂരനാവുന്നു. എല്ലാം ക്ഷമിക്കാനും എല്ലാം സഹിക്കാനും കഴിയുന്ന ഒരു രീതിയിലേക്ക് വളരണം. ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ടൊരു ഉസ്താദ് ആയതുകൊണ്ട് കാര്യമില്ല. അങ്ങനെ ഇസ്ലാമിൽ എന്ന് പറയുന്നത് ക്ഷമയാണ്. ക്ഷമ ഈമാനിൻ്റെ പകുതിയാണ് എന്നാണ് നമ്മുടെ മതം പഠിപ്പിച്ചു വെക്കുന്നത്, ഇസ്ലാം മതം പഠിപ്പിച്ചു വെക്കുന്നത്. ഈ ഒരു മതത്തിനകത്ത് ഇതുപോലെയുള്ള വിള്ളലുകൾ ഉണ്ടാവുന്നത് ഈ പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്ക് ഇത് ഏറ്റവും വലിയ മൂർച്ചയേറിയ ഒരു ആയുധമാണ്. അവർ മുസ്ലിങ്ങൾക്കെതിരെ പ്രയോഗിക്കാൻ പറ്റിയൊരു ആയുധം.
പള്ളി ദർസിൽ പറഞ്ഞയച്ചിട്ട് നിന്റെ കുട്ടിക്ക് ഇപ്പൊ ഇതല്ലേ പറ്റിയത്, പള്ളി ദർസിൽ പറഞ്ഞയച്ചിട്ട് നിന്റെ കുട്ടിക്ക് ഇത്രയും മുറിവുകൾ സംഭവിച്ചില്ലേ, എന്ത് ഉറപ്പാണ് നിനക്ക് അവിടെ പറഞ്ഞേക്കുമോ, നിന്റെ കുട്ടിയുടെ ജീവൻ നിനക്ക് തിരിച്ചു കിട്ടുമോ എന്നുള്ള കാര്യത്തിലേക്ക് എന്താ സംശയം, എന്താ നിനക്ക് ഇത്ര ഉറപ്പ് എന്നൊക്കെ ചോദിച്ചു വരുന്ന ആളുകളുടെ മുന്നിൽ അക്ഷരാർത്ഥത്തിൽ മുസ്ലിങ്ങൾ ഉത്തരമില്ലാതെ നിൽക്കുന്നൊരവസ്ഥയാണ്. ഇതുപോലെയുള്ള ഒന്നോ രണ്ടോ ആളുകൾ കാരണമാണ് നമ്മുടെ മതത്തിൻ്റെ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വലിയ ധർമ്മത്തിന് കളങ്കം സംഭവിക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. മതങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകൾ അത് വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടെ, അത് വളരെ സീരിയസ് ആയിക്കൊണ്ടും അതിൻ്റെ മൂല്യങ്ങൾ അറിഞ്ഞുകൊണ്ട് കൊണ്ടുപോവാം. മതത്തിൻ്റെ മൂല്യം അറിഞ്ഞ ഒരാൾ ഒരിക്കലും അക്രമാസക്തനാവില്ല. ഒരു കുട്ടിയോട് വാത്സല്യത്തോടു കൂടെ ആണ് ആ കുട്ടിയോട് പെരുമാറുക. ഇനിയിപ്പോൾ ഇൻ കേസ് വടി കൊടുത്തു എന്ന് തന്നെ നമ്മൾ ചിന്തിക്കുക, അങ്ങനെയാണെങ്കിലും ആ കുട്ടിയുടെ മേത്ത് മുറിവ് പറ്റാത്ത രീതിയിലായിരിക്കണം ആ കുട്ടിയെ തല്ലേണ്ടത്. പക്ഷെ ഈ ഉസ്താദ് ഇവിടെ ചെയ്തു വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തല്ലിയിട്ട് ശരീരമാകലം, കാല് മൊത്തം എന്താ പറയുക പഴുത്തിട്ട് ആ കുട്ടിക്ക് പനി വരുന്നൊരവസ്ഥയിലേക്കാണ് എത്തിച്ചത്. എനിക്ക് സത്യം പറയാം ഉമ്മയോടൊരു സല്യൂട്ട് കൊടുക്കണം എന്നാണ് തോന്നുന്നത്. കാരണം അത്രയും ആ ഒരു ഉമ്മ സഹിച്ചിട്ട്, എൻ്റെ കുട്ടിയുടെയൊക്കെ കാലിൻ്റെ ചോട്ടിലൊരു മുള്ളു തറക്കുക എന്ന് പറഞ്ഞാൽ എനിക്കത് സഹിക്കൂല. അത് ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കുട്ടി അറിയാതെ സംഭവിച്ചതാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ക്ഷമിച്ചേക്കാം. പക്ഷേ അതൊരാൾ മനഃപൂർവ്വം കൊടുത്ത മുള്ളാണെന്ന് അറിഞ്ഞ് ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഉസ്താദും ടീച്ചർമാരൊക്കെ കുട്ടികളെ തല്ലും, കുട്ടികളെ വഴക്ക് പറയും. പക്ഷെ അതൊക്കെ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് മാത്രം. ആ കുട്ടിയെ തച്ചങ്ങോട്ട് കൊന്നിട്ട് ഞാൻ ആ കുട്ടിയെ ശരിയാക്കാനായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുക എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട് ഒരിക്കലും ഒരു മതത്തെയും അളക്കരുത്. ഈ ഒരു മദ്രസ സമ്പ്രദായത്തെ അതല്ലാന്നുണ്ടെങ്കിൽ ഉസ്താദുമാരെ ഒന്നും അളക്കം ആയിട്ട് സാധിക്കില്ല. 1-2 ആളുകൾ, 99.9 ആളുകളും നല്ലതായിരിക്കും. ഇതുപോലെയുള്ള ഓരോ ആളുകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിൻ്റെ വില കളയുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ ആളുകളുടെ പേരും കാര്യങ്ങളൊന്നും എടുത്തു പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വേണ്ട എന്നുള്ളത് കൊണ്ടാണ്. കാരണം ആരെയും തേജോവധം ചെയ്യാനും സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് കൊടുക്കാനും എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഒരു മെസ്സേജ് ആളുകളിലേക്ക് എത്തിക്കാം എന്നുള്ളത് കൊണ്ടാണ്, ഒരു സോഷ്യൽ മെസ്സേജ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള എനിക്ക് ഇതിനെക്കുറിച്ച് പറയാം. നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചെല്ലൻ ബൈ.